സന്ദീപ്, ആ സുഭാഷിനെ വല്ലാണ്ട് കൂട്ടത്തിൽ കൂട്ടണ്ട. അവൻ പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ്. ഒന്ന് ശ്രദ്ധിക്കണം. നീ സ്ഥലമൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ? അയ്യോ, ഞാനത് അറിഞ്ഞില്ല. ഞാൻ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നീ സ്ഥലവും പറഞ്ഞു കൊടുത്തോ? എന്ത് പണിയാ നീ കാണിച്ചേ? ഞാൻ പറഞ്ഞു അവനിവിടെ എത്തും. അവനൊന്നും പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ല. അവൻ കാരണം നമ്മളും തൂങ്ങും. എന്താ ഇനി നമ്മൾ ചെയ്യാ? അപ്പൊ ഇനിയൊന്നും മാറ്റി പറയണ്ട, അവൻ വരട്ടെ. അവൻ പറഞ്ഞ പെണ്ണെന്തായി? സെറ്റായോ? അശ്വതി അല്ലേ, അവള് സെറ്റാവും. അവള് ടൂർ കഴിഞ്ഞ് വരട്ടെ. അവരെന്നാണ് ടൂർ പോണത്? അവര് ടൂർ പോകുന്നുണ്ട്. അവരുടെ പിന്നാലെ വേറൊരു വണ്ടിയിൽ ഇവരും പോകുന്നുണ്ട്. ഹായ്, എന്താ ജോൺസാ, രണ്ടാൾ നേരത്തെത്തിയോ? ഒരു മീഡിയം ചായ. ദാസേട്ടൻ നല്ല കുട്ടപ്പനായിട്ടാണല്ലോ. സ്കൂളിൽ പോണില്ലേ? ഇന്ന് മോളിലവളെ ഒരു പൂരമാണ്, ഉത്സവമാണ്. നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം, 1-ാം തീയതി ശമ്പളം മേടിക്കാനായിട്ട് സ്കൂളിൽ പോയാൽ മതിയല്ലോ. എന്ത് ഭാഗ്യം! അതിൽ വിഷമം നിങ്ങൾക്കറിയില്ല. ഇവളെവിടെ പോയി കിടക്കുക? ഞാൻ അമ്പലത്തിൽ പോവാൻ നിൽക്കുക. എന്താ, വേഗം പറ. എന്തായി, വീട്ടിൽ പറഞ്ഞോ? ഇല്ല, എനിക്ക് വയ്യ, അത് നടക്കില്ല. എന്തു പറ്റി? പൈസ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞില്ലേ? ഏയ്, അതൊരിക്കലും നടക്കില്ല. പൈസ എവിടുന്നാന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? കൂട്ടി ഉണ്ടാക്കിയതാണ്ട് പറഞ്ഞൂടെ? നന്നായി. എവിടുന്നാ കൂട്ടിണ്ടാക്കാനുള്ള പണം? അച്ഛൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ട കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നീ ചോദിച്ചോക്ക്. പിന്നെ 3 രാത്രി 4 പകലുമാണ്. ഇതുപോലൊരവസരം ഇനി കിട്ടില്ല കേട്ടോ. ശരി, ഞാൻ നോക്കട്ടെ. അമ്മ ഒന്ന് പറയാമ്മേ. ഒന്ന് പോടി കൊഞ്ചാതെ. ടൂറ്, അതും 5000 ഉറുപ്പിയേ. അച്ചു, രാവിലെ തന്നെ എന്റെ അടുത്ത് കേൾക്കാതെ പൊക്കോ. നേരിട്ട് അങ്ങോട്ട് അച്ഛനോട് ചോദിച്ചോ. ആ മനുഷ്യനെ അരി മേടിക്കാൻ ഓടുന്ന ഓട്ടം നിക്കേ അറിയൂ. പഠിക്കാൻ പറഞ്ഞു വിടണ തന്നെ ദൈവഗുരുത്വം. അതിനിടയിലാ അവളുടെ ഒരു ടൂറ്. അമ്മ, അച്ചു, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ പൊക്കോ. ടൂറ് ഒന്നും അറിയണ്ടതിനൊന്നും. ടൂറോ? എന്താ മോളെ, ഏട്ടനെ ഫീസ് തന്നെ അയച്ചു കൊടുത്തിട്ടില്ല. അതിനെന്നെ എന്താ ചെയ്യാ? ആരോടാ കടം വാങ്ങാന്ന് ആലോചിച്ചിരിക്കുക ഞാൻ. അറിയോ? അല്ല അച്ഛാ, ഇതെന്റെ അവസാന വർഷമല്ലേ. എന്താ, നീ ഇനി പഠിക്കില്ലേ? അല്ല, എത്ര പൈസ മോൾക്ക് വേണ്ട പറയേ. 5000 ഉറുപ്പിയ ഉണ്ടോ കയ്യില്? ഒന്ന് പോ പെണ്ണേ. എന്താ മോളെ നീ പറയണത്? 5000 പോരല്ലോ. നിനക്ക് ഡ്രസ്സ് വേണം, വഴിച്ചെലവിനുള്ള പൈസയും വേണ്ടേ? ആ വേണം. അതെവിടുന്നാ? തന്തേ മോളെ എണീച്ച് പൊക്കോണം അവിടുന്ന്. മനുഷ്യ, കുടുംബശ്രീയുടെ ലോൺ അടയ്ക്കേണ്ടതാ മറ്റന്നാ, അത് ഓർമ്മ വേണം. ഞാനൊന്ന് നോക്കാട്ടോ. എന്നാ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. മോളെ പോയിട്ട് വേഗം വായോ. ശരി.
എടാ എൻ്റെ ആളല്ലടാ വരുന്നത്. ഇപ്പം തന്നെ കയറി മുട്ടറ. നീ കിടന്ന് പെടക്കല്ലടാ, അതൊക്കെ ഞാൻ ട്യൂൺ ചെയ്ത് വരുന്നുണ്ട്. സ്കൂളിൽ നിന്നുള്ള ടൂറിൽ അവൾ വന്നാലേ രാത്രിയും പകലും നമ്മുടെ കൂടെ. ഇതിൻ്റെ ഒരു സുഖം അറിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ അവൾ നമ്മളെ അടിമയല്ലടാ. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. എന്തായാലും എൻ്റെ ഒപ്പം ടൂറിന് ഞാനുണ്ട്. അതെ, എന്താ ചൂട്, എങ്ങനെ നമ്മളൊക്കെ പഴിച്ചു പോവാ? പക്ഷേ സത്യമാഷ എത്തിയല്ലോ. എന്നാ ഇന്നലെ നിങ്ങൾ തമ്മിൽ സംസാരിക്കേ. എനിക്കൊരു ഓട്ടം ഉണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. മാഷേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. പിന്നെ എന്തൊക്കെയാ? നാളെ HM ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടല്ലോ. നാളെ HM 11 മണിക്ക് മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു. എന്നോട് പിന്നീട് വന്ന് പറഞ്ഞു ഇന്നലെ പെട്ടെന്നൊരു മീറ്റിംഗ് വിളിക്കല് പതിവില്ല HM സ്കൂളിൽ. ഒരു 4 ദിവസം ഇല്ലെങ്കിൽ ആള് പറയലുണ്ട്. അതെ, ഇതെന്താവും സംഭവിക്കും, ഒരു പിടി കിട്ടുന്നില്ല. ഇനി നമ്മളാരെങ്കിലും ഫയർ ചെയ്യാനായിരിക്കോ? എന്തോ ലഹരി മാഫിയക്കെതിരായിട്ട് എന്തോ പ്രചരണോ കാര്യങ്ങളോ ഉള്ളത് അറിയാലോ. അറിയാം മാഷേ, നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഈ വായനാശീലം തീരെയില്ല. വായനാശീലം പറ്റെടുത്തു പോയിരിക്കുന്നു. അവരെല്ലാവരും ഇപ്പോൾ മൊബൈലിലാണ്. മൊബൈലിൽ ഇപ്പം എന്താ വെച്ചാൽ ആവശ്യമുള്ളതുണ്ട്, അനാവശ്യമായ കാര്യങ്ങളുണ്ട്. അതേതാണ് ഉൾക്കൊള്ളുന്നതാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഈ ലഹരിക്കും എതിരൊക്കെ അറിയാലോ, മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാനൊരു സംശയം കേട്ടു. നമ്മുടെ സ്കൂൾ പരിസരത്തും ഈ മാഫിയ ഉണ്ട്. എന്നോട് 1-2 പറഞ്ഞു. പക്ഷെ നമ്മൾ കണ്ണിൽ കാണാണ്ട് എന്താ? പക്ഷെ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, ഒരു ലഹരി. അത് അടിച്ചു കഴിഞ്ഞാൽ എന്താ വിഷയം വെച്ചാല് നമ്മുടെ അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ, എന്തിനും നമ്മുടെ കൂട്ടുകാരെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളത്. ശരിയാണ്. നമ്മളെല്ലാരും കൂടി നോക്കിക്കൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. ഒക്കെ നമ്മുടെ കുട്ടികളാണ്. തീർച്ചയായും മാഷേ, നമ്മൾ ശ്രമിച്ചാൽ നടക്കാതായിട്ടൊന്നുമില്ലല്ലോ. മാഷേ, ഇനി നിങ്ങൾ നാളെ വേലയാണ്, പൂരാണ് പറഞ്ഞ് വരാതിരിക്കരുത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളെക്കുറിച്ച് സംസാരമുണ്ട്. 1-ാം തീയതി ശമ്പളം മേടിക്കാൻ മാത്രം വരിക എന്നുള്ളത്. എന്തായാലും നാളത്തെ മീറ്റിംഗ് ഉണ്ടാവണം. സത്യമാഷേ, ഞാൻ നാളെ ലീവാക്കിയിട്ടില്ലേ? ഞാൻ സ്കൂളിലാവും. ഞാൻ നാളെ സ്കൂളിലാവും. പോരെ? ഞാൻ ഉണ്ടാവും. മാഷേ, എന്നാലേ ഞാനവിടെ നീങ്ങിയാലോ? എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അതെ, നിങ്ങൾ വരുന്നല്ലേ ഉള്ളൂ? ഞാൻ വരുന്നല്ലോ. ഓക്കെ, ഇത് ചേർത്തിക്കോളൂ. ഓ ശരി മാഷേ, അടുത്ത ആഴ്ച പുതിയ പുസ്തകങ്ങൾ വരുന്നുണ്ട്. എന്താ മനുഷ്യ, നീക്ക് ഉറക്കൊന്നുമില്ലേ? എന്താ നെഞ്ഞു വേനിക്കുന്നുണ്ടോ? ആകെ വേർക്കണുണ്ടല്ലോ. അതല്ലടി, മോള് പറഞ്ഞ കാര്യം ആലോചിച്ചാണ് ഞാൻ. ആരോടൊപ്പം ഞാൻ ചോദിക്കുക? ആരോട് ചോദിച്ചാലും വേണ്ടില്ല. ഞാൻ രാവിലെ പറഞ്ഞ കാര്യം ഓർമ്മണ്ടല്ലോ. മറ്റന്നാളാ, മറക്കണ്ട അത്. ശരി ശരി, നീ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. വാ, നമുക്ക് കിടക്കാം. ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയേ. ആ, എന്തായി, സമ്മതിച്ചോ? അമ്മ കട്ട കലിപ്പിലാണ്. അച്ഛൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എന്തൊക്കെ ഈ പറയണത്? അച്ഛൻ്റെ ഒരു പൈസ ഇല്ലാന്ന് അറിയാം. പൈസ ഞാൻ എടുക്കാന്ന് പറഞ്ഞല്ലേ, പിന്നെന്താ നിനക്ക് പ്രശ്നം? അയ്യോ, അതൊക്കെ പ്രശ്നവും. ഞാൻ നോക്കാം. എന്നൊരുമ്മ, എന്ത്? ഒരു ഉമ്മേ. പോ അവിടുന്ന്. ശരി ശരി, വന്നാ മതി.
അശ്വതി, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് എക്സ്ക്യൂസ് തന്നിരിക്കുന്നത്. നാളെ മുതൽ യൂണിഫോമിൽ വരണം കേട്ടോ. മക്കളെ, ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. മീറ്റിങ്ങിന് പോയി തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളിതെല്ലാം വായിച്ച് പഠിച്ചിരിക്കണം. ഓക്കെ? നിന്റെ അച്ഛൻ വരും. അയ്യോ, 11 മണിയായല്ലോ. ഇന്ന് 11 മണിക്കല്ലേ സ്റ്റാഫ് മീറ്റിംഗ് പറഞ്ഞിരിക്കണേ? ആ, അത് ശരിയാണല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ടൂർ പോകുന്ന അവസരത്തിൽ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ ഡീൽ ചെയ്യണം. അവരെ അക്കാര്യത്തിൽ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ കുട്ടികളെ കർശനമായി പറഞ്ഞ് മനസ്സിലാക്കിക്കണം. 1, ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി, അതായത് നന്ദി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. 2, ഫോർഗീനിയൻ തെറാപ്പി, ക്ഷമാശീലം പഠിപ്പിക്കുക. 3, വിഷ്വലൈസേഷൻ, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നല്ല ചിന്തകൾ പഠിപ്പിക്കുക. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാർ പറഞ്ഞ പോലെ തന്നെ കഞ്ചാവ്, മയക്കുമരുന്ന് മാഫിയകളൊക്കെ തന്നെ നമ്മുടെ കുട്ടികളെ, പുതിയ തലമുറയെ കൈപ്പിടിയിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവർക്കെതിരെ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം തന്നെ ഒരു തീരുമാനത്തിലെത്തണം. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ സ്പോർട്സിലെല്ലാം നല്ല ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരു കുട്ടി, അറിയില്ലേ? അവനാണ് നമ്മുടെ സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തെ മയക്കുമരുന്നിൻ്റെയൊക്കെ പ്രധാന ഏജൻ്റാണെന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ കാര്യത്തിൽ ഒരുപാട് ജാഗ്രത നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്നാൽ നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. പക്ഷേ എന്നാ ഞാൻ ഇറങ്ങാം. സാറൊന്ന് കട്ടക്കലിപ്പില്ല. എന്നാ ടീച്ചർ നടന്നോളൂ, ഞാൻ ശരി. മോളെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. പഠിക്കാം. അച്ഛൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയില്ലേ? നീ എന്താ ഇവിടെ നിനക്ക് ക്ലാസ് ഒന്നും? സാർ, ഇതെന്റെ അച്ഛനാണ്. ഇതെന്റെ സാറാണ്. എന്തിനാ വന്നേ? എന്താ വിശേഷം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ടൂറിന് പൈസ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അശ്വതി ടൂറിന് പോകുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ ജോലി? കൂലിപ്പണി. ശരി, ഞങ്ങളെ സംസാരിക്കും. പൈസ ഇല്ല, ഇത് കടം വാങ്ങിയതാണ്. ഇനി ഡ്രസ്സും വേണ്ടേ, ചിലവിന് വേറെയും വേണം. എന്നാ നീ പോയിക്കോ. നീ എന്താ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കണേ? മുടിയൊക്കെ ഒന്ന് നേരാക്കിക്ക, മുഖമൊക്കെ ഒന്ന് തുടച്ചേ കേട്ടോ. എന്നാ അച്ഛൻ പോയിക്കോട്ടെ. എന്നാലേ താഴ്ത്ത് ഇതാ അപ്പുറത്ത് ഇങ്ങോട്ട് താഴ്ത്തിത്താ. ഓവറായിട്ട് താഴ്ത്തി ഇയാളിത് എവിടെ നോക്കി നിൽക്കുക? താഴ്ത്തിത്താ മനുഷ്യൻ. ഓവറായിട്ട് താഴ്ത്തി കൊമ്പ് പൊട്ടുന്ന അറിയില്ല എനിക്ക്. അത് സാരില്ല, പൊട്ടിക്കോട്ടെ. പച്ചൊക്കെ എന്തിനാ പറിക്കണത്? അത് എത്തണ്ടേ? ഇതാ നിക്കണ് കണ്ടോ? ഇതോ? അതായിട്ടില്ല, പച്ചയാണ്. അല്ല, പഴുത്തു. നിങ്ങളൊന്ന് താഴ്ത്തിയേ. മോളോട് മാറി. അച്ചോ, ഇവളെ ഞാനിന്ന് മാറ് മനുഷ്യ ഇവിടുന്ന്. എന്താ ഈ കടനെ? ഈ തലക്ക് പ്രാന്തായത്? പോ മനുഷ്യ. മോളെ വേഗം പോയിക്കാ, പ്രാന്തായിട്ടത് ഒന്ന്. എന്റെ അച്ചോ, നിനക്ക് വേറെ ഒന്നുമില്ലേ വായിക്കാനായിട്ട്? പഠിക്കാനൊന്നുമില്ലേ? ഒരു വക സഹായിക്കരുത് കേട്ടോ. വെറുതെ ഇരുന്ന് ആവശ്യമില്ലാത്തതൊക്കെ വായിച്ചങ്ങനെ ഇരുന്നോളാം. അമ്മേ, ഇതാ അച്ഛൻ വന്നു. ബിരിയാണി കേട്ടോ. അശ്വതി, അച്ഛൻ പോയോ? നീ എന്താ ഇവിടെ ആലോചിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല. നിന്റെ ക്ലാസ്സിൽ എത്ര പേരാ ടൂർ പോകുന്നത്? ഞങ്ങൾ 5 പേരുണ്ട്. ഓക്കെ, ഒന്നുമില്ല. ടൂർ പോവാന്നുള്ളതൊക്കെ അത്ര പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ നിന്നെ നിരുത്സാഹപ്പെടുത്തല്ല കേട്ടോ. പക്ഷേ
സാമ്പത്തികമായിട്ട് അച്ഛനൊരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഞാനൊരു സ്റ്റാഫ് മീറ്റിംഗ് കഴിഞ്ഞ് വരികയാണ്. കഴിഞ്ഞ വർഷം നിന്റെ സീനിയറായിട്ട് പഠിച്ച സുഭാഷ് എന്ന പയ്യനെ നീ അറിയോ? അവനാണ് ഈ സ്കൂൾ പരിസരത്തെ ലഹരി മരുന്നിന്റെ പ്രധാന കണ്ണി. അവനാണ് ഇവിടെ ലഹരി മരുന്നുകൾ മൊത്തമായിട്ടും കച്ചവടം ചെയ്യുന്നത്. എന്തായാലും അവൻ പോലീസ് നിരീക്ഷണത്തിലാണ്. എന്തായാലും നീ പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? എന്നാ ശരി. മരുന്നില്ലല്ലോ. എന്തായാലും വേണ്ടില്ല, വാങ്ങിച്ചിട്ട് തന്നെ ബാക്കി പോ. അവനവിടെ ഇരിക്കുന്നുണ്ട്. സന്ദീപേ, അവൻ വരില്ലേ? വരും. വരാതെ എവിടെ പോനാ? വരണു. സന്ദീപ്, സാധനം സാധനം എടുക്ക്. ഇത് നമ്മുടെ ബോസാ. ഇത് പ്രിയ. സാധനമൊക്കെ ഉണ്ട്. സാധനമൊക്കെ തരാം. സാധനമൊക്കെ അവിടെ ഉണ്ട്, പോയി എടുത്തോ. സന്ദീപേ, അവൻ വരുന്നുണ്ട്. അവനെ യാത്രയാക്കിയോ? സന്ദീപേ, ഞാൻ പോവാട്ടോ. ശരി. ഇനി അടി. നിങ്ങളെന്റെ മൂത്ത. ഹലോ. മാഡം, അവൻ ഇവിടുന്ന് പോന്നിട്ടുണ്ട്. ശരി ശരി, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ആ വളവ് തിരിഞ്ഞു വരും. ശരി മാഡം. നിങ്ങൾ എവിടെയാ നിൽക്കുന്നേ? മാഡം പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഒരു തെളിവും ബാക്കി വെക്കരുത്. അതൊക്കെ ഞങ്ങളേറ്റു മാഡം. ഒരു തെളിവുണ്ടാവില്ല. അവന്റെ മൊബൈലും സിം കാർഡും ഇനി പുറലോകം കാണരുത്. ഒരു തെളിവുണ്ടാവില്ല മാഡം. തീർത്തേക്കണം. മൊബൈൽ ഫോണിന്റെ വലുപ്പത്തിലേക്ക് സ്വന്തം ലോകം ചെറുതാക്കപ്പെട്ട മനുഷ്യർ. ഇന്റർനെറ്റ് എന്ന വലയിൽ അകപ്പെട്ടതറിയാതെ ജീവിതം കഴിച്ചു തീർക്കുന്ന യുവതലമുറ. എരുതിയിൽ എണ്ണയെന്ന പോലെ ഇപ്പോൾ രാസലഹരികളും. സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും പോലും തിരിച്ചറിയാനാകാതെ സ്വന്തം ശരീരവും മനസ്സും വെന്തുപോകുന്നെന്നറിയാതെ ജീവിക്കുന്നവർ. അവർ മൂലം കണ്ണീരിലാഴുന്ന മറ്റു ജീവിതങ്ങൾ അവരുൾപ്പെടെയുള്ള എല്ലാ കാഴ്ചക്കാർക്കു മുന്നിലും സമർപ്പിക്കുന്നു. നന്ദി.